ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ എൻ്റെ എല്ലാ അനിയന്മാരും കൂട്ടുകാരും എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു അടിപൊളി ഒരു കുളമുണ്ട് കേട്ടോ നമ്മുടെ കുടുംബത്തിൽ. അപ്പോൾ അത് വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. നമ്മളൊരു ചിക്കനെ വാങ്ങിച്ചിട്ടുണ്ട്. അത് കറിയല്ല കേട്ടോ, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ ഇന്നും ചിക്കൻ കറിയായിട്ടാണ് വരുന്നത്. ഇന്ന് നമ്മളിവിടെ ആ കുളത്തിൻ്റെ കരയിൽ വെച്ചിട്ട് നമ്മളത് ഫ്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ചാനൽ ഏകദേശം 50K ഫോളോവേഴ്സായി. അപ്പോൾ അത് കൂട്ടുകാരടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ചിലവൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പെട്ടെന്ന് സെറ്റാക്കിയതാണ് കേട്ടോ. ഇത് നമ്മുടെ കുടുംബത്തിലെ കുളമാണ്. ഇവിടെ നമുക്ക് മീൻ വളർത്തലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് അവിടെ താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് വിറവ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ചെന്നിട്ട് എല്ലാവരും കൂടെ പെട്ടെന്ന് അവിടെ റബ്ബറിനകത്ത് കിടന്ന വിറവെല്ലാം കൂടെ ഒടിച്ച് പറക്കിയെടുക്കുകയാണ്. നമ്മുടെ പ്രദേശം മലയോര മേഖലയായതുകൊണ്ട് നമുക്ക് എപ്പോഴും വിറവിനും വെള്ളത്തിനൊന്നും ഒട്ടും ക്ഷാമമില്ല കേട്ടോ. അത് നമുക്ക് സുലഭമായിട്ട് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ കൊണ്ടുവന്ന വിറവെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ നല്ല തീ എത്തിക്കുകയാണ്. നമ്മുടെ അടുപ്പൊക്കെ കത്തി റെഡി ആവുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ പുരട്ടിയെടുക്കാം. ആദ്യമേ തന്നെ നമുക്കിതിന് മുളക് പൊടി അങ്ങിട്ട് കൊടുക്കാം. അപ്പം ചിക്കന് ഞാൻ മുളക് പൊടിയൊക്കെ ചേർത്ത്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ അതിന് വേണ്ടുന്ന കുരുമുളക് പൊടിയും കൂടെ ചേർത്തു. ഈ ഫ്രൂട്ട്സ് ഇടയ്ക്ക് കഴിക്കാനൊക്കെയാണ്. ഇവിടെ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കുറേ പേർക്ക്, ഞാൻ മാത്രം ചിക്കൻ്റെ നോക്കിയാൽ പോരല്ലോ, കുറേ പേർക്ക് ഞാൻ മുന്തിരിയൊക്കെ റെഡിയാക്കി അവർ കുറേ ജോലി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ കണ്ട വെള്ളത്തിൽ നീന്തി കളിക്കുകയാണ്. അതായത് അതിനോടൊപ്പം കുളം വൃത്തിയാക്കുകയും ചെയ്യാം. ചേച്ചിക്ക് കുളം നല്ല ഫ്രഷ് ആക്കി തരാമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇതിനകത്ത് വെള്ളം കണ്ടപ്പോൾ കിടന്ന് വെള്ളം കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങളുടെ കൂട്ട് കിടന്ന് ചാടി കളിക്കുകയാണ്. പിന്നെ നമുക്കിത് നല്ല ഉണക്ക് സമയമാകുമ്പം ഇവിടുന്ന് എല്ലാവരും വന്ന് തുണി കഴുകാനും എടുക്കാനും ഒക്കെ ഈ വെള്ളം ഉപയോഗിക്കാറുണ്ട്. നല്ല വെള്ളമാണ് കേട്ടോ. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം നല്ലൊരു വൈബായിരുന്നു. കാരണം അന്നേരം നമ്മൾ ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ വേറെ ഐറ്റങ്ങളൊന്നും സെറ്റ് ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ ഇപ്പം താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ഞാൻ അതിനും അവിടുന്ന് എല്ലാം പറക്കിക്കൊണ്ട് വരണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഫ്രൂട്ട്സ് ആക്കിയത്. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടോ, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട്, പിന്നെ ആവശ്യത്തിന് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് നല്ല പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ എനിക്ക് കൈ സഹായമായിട്ട് ആൾക്കാരുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അവിടെ കിടന്ന് നല്ല വെള്ളത്തിനകത്തൊന്നും കയറാതെ അവിടെ കിടന്ന് കളിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നി എരി ഇച്ചിരി കുറവായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും കുരുമുളക് പൊടി ചേർത്തു. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിട്ട് അവിടെ ഫ്രൂട്ട്സ് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതൊക്കെ നമ്മുടെ ഹീരയാണ് ചെയ്തത് കേട്ടോ. അത് ചെത്തി റെഡിയാക്കി അരിഞ്ഞ് സെറ്റാക്കി വെച്ചത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആവശ്യത്തിന് ഇതെല്ലാം ഇളക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് ഇതിന് മസാല ഇട്ടില്ലല്ലോ എന്ന്. പിന്നെ മസാലയും ചേർത്തു. അപ്പം നമ്മുടെ ഗോപനാണെങ്കിൽ നാരങ്ങ നീരൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് ഇനി ഇത് സെറ്റാക്കി നമ്മൾ വെക്കും. കാരണം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നുള്ളൂ. ഒരുപാട് നേരം വെക്കുവാണെങ്കിൽ അത്രയും കൂടെ നല്ലതാണ്. അപ്പം ഞാൻ ഉരുളിയൊക്കെ വെച്ച് നന്നായിട്ട് തീ ആദ്യം കത്തി വരാൻ ഭയങ്കര താമസമായിരുന്നു കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തിളച്ചപ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് അതിൽ കിടന്നിങ്ങനെ മൊരിഞ്ഞ് റെഡി ആവട്ടെ. അപ്പം ഇത് നമ്മൾ പറക്കുന്നത് ഭയങ്കര ഒരു ആഘോഷമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അതിൻ്റെ കൂട്ടത്തിൽ പാട്ടും ഡാൻസും, ദേവൂട്ടൻ്റെ ഡാൻസും പൊന്നപ്പൻ്റെ ഡാൻസും ഫുള്ള് പാട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. ഭൂമിയപ്പാടെ മൂടും അത്രയും കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൽ ചൂടിൽ മയങ്ങ് ഉറങ്ങ് പൊന്നേ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. വെള്ളം ഇറങ്ങണോ? ഇങ്ങോട്ടേ ഒന്ന് കഴിയും. ഇങ്ങോട്ടോ അപ്പുറത്ത് പോയിട്ട് അപ്പൊ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.